കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്തി. ഗംഗാവാലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലായാണ് ലോറിയുള്ളത്. നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം സ്ഥിരീകരിച്ചു. മുങ്ങൽ വിദഗ്ധർ ലോറിയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ മഴയും പുഴയിലെ കുത്തൊഴുക്കും തിരിച്ചടിയായി. ഡ്രോൺ പരിശോധനയ്ക്കായി റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്കോളയിലെത്തി. രാത്രി 11 മണി വരെ രക്ഷാദൗത്യം തുടരുമെന്നും നാളെയോടെ ലക്ഷ്യത്തിലെത്തുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൻ പറഞ്ഞു. Today's target was to bring the machinery of 60 feet boom that already it is working over there. And almost we have some identification from our side as well as from seabird side. Tomorrow I request you people, because of it is landmass radar with drone, heavy drone. Okay, drone is reaching tomorrow by 9:38 Konkan railway station Karwar in Rajdhani Express, since we couldn't bring it through the craft. ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയ ലോറി അർജുൻ്റേത് തന്നെയെന്ന് കാർവാർ SP നാരായണ സ്ഥിരീകരിച്ചു. തലക്കീഴായാണ് ലോറി കിടക്കുന്നത്. നാളെ ലോറിക്കടുത്തേക്ക് എത്താനാകുമെന്ന് കാർവാർ SP 24-നോട് പറഞ്ഞു. Already we have the coordinates where lorry of the Arjun is drifted. We have some satellite images from Navy, and we have some coordinates that we already pinpointed them and we marked them. These experts tomorrow will definitely show the way to us where it is exactly there in a clear manner. So that how to take it, that lorry out is our challenge. That lorry is upside down. So that tomorrow Navy divers, after this drone is identified everything, Navy divers will come and they go into the sea. But that Gangavali river is floating at 20 knots per hour, so that no diver can able to go inside. So we want to change the entire course of the river, that permission is required. So honorable government is also thinking that so any cost divers should go to that point. ഷഫീദ് റാവുത്തർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇന്നത്തെ ഇതുവരെയുണ്ടായ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, അതിലെ നാഴികക്കല്ലുകൾ, അത് എങ്ങനെ നമുക്ക് വിശദീകരിക്കാം? ഇന്ന് ഒരു 3 മണിയോടെയാണല്ലോ കാര്യങ്ങളിൽ സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വന്നത്. 3:30-ഓടെ റവന്യൂ മന്ത്രിയുടെ ട്വീറ്റോടെ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 3 മണിയോടുകൂടിയാണ് 9 ദിവസം നമ്മൾ കാത്തിരുന്ന ഒരു കാര്യത്തിന് ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ അത് റെസ്ക്യൂ സംഘത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 7 മണി മുതൽ അവർ പരിശോധന ആരംഭിച്ചത്. അതായത് ഈ റെസ്ക്യൂ സംഘത്തിന്റെ നാവികസേനയുടെയും കരസേനയും നടത്തിയ പരിശോധനകളിൽ, അതായത് റഡാർ സോണാർ പരിശോധനകളിൽ ചില ഇൻപുട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരുന്നു. ആ ഇൻപുട്ടുകൾ അവർ ക്രോസ് ചെക്ക് ചെയ്തു. ഇന്ന് രാവിലെ മുതൽ തന്നെ ആ ഇൻപുട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും റഡാർ സോണാർ പരിശോധനകൾ അവർ നടത്തി. ആ പരിശോധനയിലാണ് ഈ നദിയോട് ചേർന്ന ഭാഗത്ത്, അതായത് മണൽക്കൂനയ്ക്കും നദിക്കുമിടയിൽ, മണ്ണ് വന്ന് അടിഞ്ഞു വീണ മണൽക്കൂനയ്ക്കും നദിക്കുമിടയിൽ ഒരു മെറ്റീരിയൽ ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. ശേഷം ഉച്ചയോടുകൂടി, അതായത് ഏതാണ്ട് 1 മണിയോടുകൂടി നമുക്കറിയാം ഷാനി എക്സ്കവേറ്റർ ഏതാണ്ട് 60 ഫീറ്റിലേക്ക് പോയി മണ്ണ് നീക്കാൻ ശേഷിയുള്ള കൈയുള്ള ഷാനി എക്സ്കവേറ്റർ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് 1 മണിയോടുകൂടിയാണ് എത്തിച്ചത്. ശേഷം അതുപയോഗിച്ചുള്ള തിരച്ചിൽ തുടങ്ങി. 3 മണിയോടുകൂടി ചില സൂചനകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നു. അത് സൈന്യം തന്ന സൂചനകൾക്കെന്നതിനപ്പുറത്തേക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ട് എന്ന് ഈ മാധ്യമപ്രവർത്തകരെ അടക്കം 1 മണിക്കൂർ സമയത്തേക്ക് അപകട മേഖലയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ ഈ പരിശോധന നടത്തിയപ്പോഴാണ് കാർവാർ MLA ഇതുമായി ബന്ധപ്പെട്ട് ചില പോസിറ്റീവ് സൂചനകൾ ഉണ്ട് എന്നുള്ള ആദ്യ വിവരം നൽകുന്നത്. അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ സൈന്യത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അത് സൈഡ് സോണാർ പരിശോധനയിൽ ഒരു ട്രക്കിന്റെ രൂപം കണക്കെയുള്ള ഒരു എലമെന്റ്, ഒരു മെറ്റീരിയൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച പുറത്തു വന്ന വിവരം. ഏതാണ്ട് അതേ സമയത്ത് തന്നെ കർണാടകയിലെ റവന്യൂ മന്ത്രി അദ്ദേഹം ട്വീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറഞ്ഞിരുന്നത് ഒരു ട്രക്ക് ഈ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആധുനിക പരിശോധനയിൽ. അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. അതോടുകൂടി കാര്യങ്ങളിൽ ഏതാണ്ട് വ്യക്തതയും ധാരണയും ഒക്കെ ഉണ്ടായി. അതായത് ഈ അപകടം നടന്ന മണ്ണിടിഞ്ഞ പ്രദേശത്തിന് തൊട്ട് താഴെയുള്ള റോഡ്
ആ റോഡിന് സമീപത്ത് ഒരു ചായക്കട അടക്കമുള്ള കാര്യങ്ങൾ പുഴയിലേക്ക് ഈ മണ്ണിങ്ങനെ കുത്തിയൊലിച്ച് വന്നപ്പോൾ വീണിരുന്നു. ആ സ്ഥലത്ത് തന്നെ ഏതാണ്ട് ആ സ്ഥലപരിധിയിൽ തന്നെ ഇതുണ്ട് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അതുമായി ബന്ധപ്പെട്ട് വന്നു. പിന്നാലെ വന്നത് പ്രതീക്ഷയുടെ നിമിഷങ്ങളായിരുന്നു, അതല്ലെങ്കിൽ ആകാംക്ഷയുടെ നിമിഷങ്ങളായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എവിടെയുണ്ട്, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന്റെ ട്രക്ക്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന അല്ലെങ്കിൽ തുടർ തെരച്ചിൽ അത് ഊർജിതമായി തുടരും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ ആദ്യ മണിക്കൂറിൽ അതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ അവർ ആരംഭിച്ചിരുന്നു. അങ്ങനെ ആരംഭിച്ചു പോകുമ്പോഴാണ് ഈ കർണാടക SP തന്നെ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നത്. ആ അർജുന്റെ ട്രക്കാണ്, അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കാണ് അത് തന്നെ എന്നുള്ള സ്ഥിരീകരണം അത് കർണാടക SP നൽകുന്നു. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ, കൂടുതൽ വാർത്തകൾ വരുന്നു, വലിയ ക്ലാരിഫിക്കേഷൻ ഈ വിഷയത്തിൽ വരുന്നു. എങ്ങനെയാണ് ഈ ട്രക്ക് കിടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നു. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഈ കാർവാർ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ നേവിയുടെ ബോട്ടിൽ, അവരുടെ ഡിങ്കി ബോട്ടിൽ ഈ സ്ഥലത്തേക്ക്, ഈ ട്രക്ക് ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. പക്ഷേ ഒരൊറ്റ ബോട്ടിന് മാത്രമാണ് വളരെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞത്. കാരണം അപ്പോഴേക്കും കാലാവസ്ഥ നമ്മൾ നോക്കി നിൽക്കെ മാറുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ആ പ്രദേശത്ത് മഴ പെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ആ പ്രദേശത്ത് ഈ പോസിറ്റീവ് റിസൾട്ടിലേക്കുള്ള വഴിമധ്യേ വീണ്ടും കാലാവസ്ഥ വില്ലനാകുന്നു. ഈ തിരച്ചിലിന് എതിരാകുന്നു. ശക്തമായ മഴ, അതിനുമപ്പുറത്തേക്ക് ഗംഗാവാലിയിലെ അടിയൊഴുക്ക് കൂടുന്നുണ്ട്, ജലനിരപ്പ് കൂടുന്നുണ്ട്. നല്ല ചുവന്ന നിറത്തിൽ, അല്ലെങ്കിൽ ചെളിയുടെ നിറത്തിൽ കലങ്ങി മറിഞ്ഞാണ് ആ പുഴ ആ സമയത്ത് ഒഴുകുന്നത്. അതോടുകൂടി ഈ നാവികസേനയ്ക്ക് അല്ലെങ്കിൽ നേവി സംഘത്തിന് ഈ ട്രക്കുണ്ട് എന്ന് സൂചന ലഭിച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. തൊട്ടടുത്ത നിമിഷം ഈ പ്രദേശമാകെ വലിയ മഴയും കാറ്റും ഉണ്ടാകുന്നു. അങ്ങനെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം, ഇന്നത്തെ തിരച്ചിൽ അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതിനു മുൻപ് ഈ കാർവാർ MLA അടക്കം പറഞ്ഞത് ഇന്ന് അർദ്ധരാത്രി വരെ പരിശോധന നടത്താൻ തങ്ങൾ സജ്ജരാണ്, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രം. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി. അതോടുകൂടി നമ്മുടെ കാത്തിരിപ്പിന്റെ മണിക്കൂറുകളും കൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ ടൈം ലൈനിൽ ഏറ്റവും അവസാനമായി നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു വിവരം നമുക്കറിയാം. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത്, രാവിലെയൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത് നാളത്തെ ഡ്രോൺ പരിശോധനയായിരുന്നു. ആ ഡ്രോൺ പരിശോധനയ്ക്കുള്ള ഇന്ദ്രപാലനും സംഘവും, റിട്ടയർഡ് മേജർ ഇന്ദ്രപാലനും സംഘവും അങ്കോളയിൽ എത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവുമായും അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റ് അധികൃതരുമായും അവർ ചർച്ച നടത്തി. നാളെ 4 പ്രധാനപ്പെട്ട പരിശോധനകൾ ഒരേ സമയം നടക്കും. അതിൽ വിജയകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഷഫീദ്, അതിലേക്ക് വരുന്നതിന് മുൻപ്, നാളത്തെ കാര്യം നമ്മൾ പരിശോധിക്കുന്നതിന് മുൻപ്, ഇന്ന് ഒരു 10-11 മണി വരെ തെരച്ചിൽ നടത്താൻ തയ്യാറാണ് എന്നാണ് MLA പറഞ്ഞത്, SP പറഞ്ഞത്. പക്ഷേ മഴ ഒരു തടസ്സമാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ലോറി ഒന്ന് ലോക്ക് ചെയ്ത് അവിടെ സൂക്ഷിക്കുക എന്നത് പ്രധാനമാണല്ലോ. ഇത് ഒഴുകിപ്പോകാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്, അവിടെ നിന്ന് നിരങ്ങിപ്പോകാനുള്ള സാധ്യത നമ്മളുടെ കയ്യകലത്തിൽ നിൽക്കുന്നതാണ്. ഇനി അത് നഷ്ടപ്പെട്ടുകൂടാ. അപ്പോൾ അതിന് പറ്റുന്ന സാഹചര്യം പുഴയിൽ ഉണ്ടോ? വിജയകുമാർ, നിലവിൽ അതില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് നിന്ന് മഴ പൂർണ്ണമായും മാറുന്നില്ല. അല്പസമയം മുൻപ്, അതായത് നമ്മളുടെ വാർത്താ മഴ ഇത് തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപ് ഈ പ്രദേശത്ത് കനത്ത മഴയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് ഈ പ്രദേശത്ത് മഴയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ കൂടി ജലനിരപ്പ് താഴുന്നില്ല, അടിയൊഴുക്ക് കാര്യമായിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ട്. രാത്രിയായി. ഇനി റെസ്ക്യൂ സംഘത്തിന് അവിടെ തുടരുന്നതിൽ, മഴ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അടുത്തൊരു അപകടം അവർ പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തൽ അവരെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ താൽക്കാലികമായി നിർത്തിയിട്ടുള്ളത്. അതേസമയം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാളത്തേക്കിനുള്ള ഓപ്പറേഷനുകൾ, നാളത്തേക്കുള്ള റെസ്ക്യൂ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ആ പ്രദേശത്തേക്ക് എത്തി പരിശോധനകളും അല്ലെങ്കിൽ അത് ക്രമീകരിക്കുന്ന വിധത്തിലേക്കുള്ള ചില നടപടികളും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇനി നമുക്ക് ഈ രാത്രി തിരച്ചിൽ അസാധ്യമാണ്. വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ട്. മാത്രമല്ല അവിടേക്ക് എത്താൻ നേവി സംഘത്തിന് ആ ബോട്ടുകൾ അവിടേക്ക് ഇറക്കാനൊക്കെ പ്രശ്നമുണ്ട്. കാരണം അതൊരു ഒരു ഒറ്റപ്പെട്ട തുരുത്തായി മാറിയിട്ടുണ്ട് വിജയകുമാർ. കാരണം മണ്ണ് വീണു, മണ്ണിടിഞ്ഞു എന്നതിനപ്പുറത്തേക്ക്, കാലാവസ്ഥ മോശമായ സാഹചര്യം എന്നതിനപ്പുറത്തേക്ക് അവിടേക്ക് നമ്മളൊരു ഒറ്റപ്പെട്ട പൂർണ്ണ തുരുത്തായി മാറി എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇന്നത് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ മഴ വീഴുന്നുണ്ട്. അത് ചെറിയ മഴയൊന്നുമല്ല വിജയകുമാർ. നമുക്ക് നിൽക്കാൻ കഴിയാത്തത്ര കാറ്റ്. നമ്മൾ ഈ കുടയൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ആ കുടയൊക്കെ ശക്തമായ കാറ്റിൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന തരത്തിലേക്കുള്ള കാറ്റ് അവിടെ വീശുന്നുണ്ട്. നിലവിലെ ആ കാലാവസ്ഥാ സാഹചര്യം ഇവിടെയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ റെയിൻ അലേർട്ട് ഇതിനോടകം തന്നെ കർണാടക സർക്കാർ അല്ലെങ്കിൽ കർണാടക കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ രാത്രിയിൽ ഒരു തിരച്ചിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ സ്ഥലത്ത് ഇത് ലോക്ക് ചെയ്യണം. അതിന് എക്സ്പേർട്ട് സ്കൂബ ഡൈവേഴ്സ് അല്ലെങ്കിൽ ഡീപ് ഡൈവേഴ്സ് വേണം. പക്ഷേ അവരിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാൻ അവർക്ക് ആ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ അവിടേക്ക് ഇറങ്ങാനോ, നമ്മുടെ ഗംഗാവാലി നദിയിലേക്ക് ഇറങ്ങാനോ
ഉള്ളൊരു സാഹചര്യം നിലവിലില്ല. അത് Yes, വലിയ അതാണ് തടസ്സമാകും. ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ന് നമ്മൾ കുറെ കൂടി മുന്നോട്ട് പോകുമായിരുന്നു രക്ഷാദൗത്യം. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥ, പുഴയിലെ കുത്തൊഴുക്ക്, അതിഭയങ്കരമായ മഴ എന്ന് വെച്ചാൽ പേമാരി എന്ന് വേണം അതിനെ പറയാൻ, മഴ എന്നതല്ല, അതിനപ്പുറത്തേക്കുള്ള മഴ, കാറ്റൊക്കെയായിരുന്നു. അവിടെ ഡൈവേഴ്സിന്, നാവികസേനാ സംഘത്തിന് 18 പേരുണ്ട്, അവർക്ക് അവിടെ നിൽക്കാൻ, പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നം. ഷഫീദ്, നാളെ ഇപ്പോൾ ഈ നാവികസേനയുടെ സംഘങ്ങൾ മുങ്ങൽ വിദഗ്ധർ അവിടെ ഇറങ്ങുന്നു, അവരത് പരിശോധിക്കുന്നു. ക്യാബിനിലാണ് പരിശോധന നടത്തുന്നത്. വാഹനം ഉയർത്തുന്നതിനേക്കാൾ പ്രാധാന്യം അർജുൻ എവിടെ എന്നതാണ് നാളത്തെ തെരച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് അവർ തന്നെ വിശദീകരിക്കുന്നു. നാളത്തെ പരിശോധന, ഇപ്പോൾ അവിടെ നാളെ മാധ്യമപ്രവർത്തകരോടൊക്കെ ആ ഭാഗത്തേക്ക് വരരുത്, ഡ്രോൺ പരിശോധന നടക്കുന്നത് കൊണ്ട് അതുമായി സഹകരിക്കണമെന്ന് MLA പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്തരം വലിയ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി വലിയ യന്ത്രസാമഗ്രികൾ, ഇപ്പോൾ ഈ ലോറി പുഴയിൽ നിന്ന് കയറ്റാൻ വേണ്ടുന്ന വലിയ ക്രെയിനുകളൊക്കെ അവിടെ എത്തിച്ചായിരിക്കുമല്ലോ നാളത്തെ തെരച്ചിൽ. അപ്പോൾ നാളെ രാവിലെ 7 മുതൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അതിൻ്റെ സാഹചര്യങ്ങൾ, സാധ്യതകൾ എന്തൊക്കെയാണ്? ഏറ്റവും ഒടുവിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ രാവിലെ 6 മണി മുതൽ ഇവർ പരിശോധനാ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ്. നാളെ നമ്മുടെ മുമ്പിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട്, അതായത് സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ ഈ നദിയുടെ തീരത്തേക്കുള്ള ഭാഗത്തേക്കുള്ള മണൽ കുറച്ച് നീക്കി അതൊരു ബെർത്താക്കി മാറ്റണം. അതിനുശേഷമായിരിക്കും അതവിടെ വെച്ചുകൊണ്ട്, അതായത് ഈ സാനി എക്സ്കവേറ്റർ അവിടെ വെച്ചുകൊണ്ട് അവിടെ നിന്നുള്ള പുഴയിൽ നിന്നുള്ള മണ്ണ് നീക്കം നടത്തുക എന്നുള്ളൊരു സൂചന ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ ഓപ്പറേഷൻ. ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത് അത് ഡ്രോൺ പരിശോധനയാണ്. നമുക്കറിയാം, നമ്മുടെ റിട്ടയർഡ് ജനറൽ ആയിട്ടുള്ള ഇന്ദ്രബാബു സാർ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, അങ്കോളയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നയിക്കുന്ന 5 അംഗ സംഘം ഡ്രോൺ പരിശോധന, അതായത് ഇതെവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ, ഇനിയും റേഞ്ച് പ്രശ്നമുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, ഡ്രോൺ പരിശോധനയ്ക്കുള്ള സംഘം അങ്കോളയിൽ എത്തി എന്നുള്ളതാണ്. റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം, ദൗത്യ സംഘാംഗങ്ങൾ എന്നിവരുമായി റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലൻ ചർച്ചകൾ നടത്തുകയാണ്. അദ്ദേഹം ഇന്ന് രാവിലെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. അവിടെ ചെന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുമെന്നുള്ളതാണ്. അദ്ദേഹം കൊണ്ടുവരുന്ന ആ പ്രത്യേക എക്യുപ്മെൻറ്റ് നാളെ രാവിലെ ആയിരിക്കും അവിടെ എത്തുന്നത്. അതൊരു 10 മണിക്ക് ശേഷം ഈ ദൗത്യ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയും. അതിന് ശേഷമായിരിക്കും അവിടെ അതുപയോഗിച്ചുള്ള മറ്റ് സാങ്കേതിക പരിശോധനകൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക്, ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് തന്നെ വരും. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അതിൻ്റെ അടുത്ത കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം.